ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഫസ്റ്റത്തെ കാര്യം എന്നെ നേരിട്ട് അറിയുന്നവർക്കുള്ളതാണ്. ഏതെങ്കിലും കല്യാണങ്ങൾക്കും ഫങ്ഷൻസിന് പോകുന്ന സമയത്ത് ഫുൾ മേക്കപ്പ് ആണല്ലോ എന്നോട് ഡയറക്റ്റായിട്ട് പറയുന്നവർക്കുള്ള ഒരു വീഡിയോ ആണിത്. സോ ഒരു ഫങ്ഷന് ഒരു കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് നിങ്ങളും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് വളരെ കുറച്ച് സിമ്പിൾ മേക്കപ്പും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ ഒരു ലുക്ക് കിട്ടും. അതിനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഒന്നും ചെയ്യാതെ ഒരു ലുക്കും നമുക്ക് കിട്ടില്ല. ഫസ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒരു കോഫി സ്ക്രബാണ്. MKFN കോഫി സ്ക്രബ്. ഈ പ്രൊഡക്റ്റ് കുറിച്ച് എന്താ പറയുക, വല്ലാത്തൊരു പ്രൊഡക്റ്റാണ്. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റ് അത്ര ഇഷ്ടപ്പെടും. കാരണം ഇതിൻ്റെ സ്മെല്ല്, നിങ്ങൾ വീട്ടിൽ ഹോം ബേക്കർ അല്ലാന്നുണ്ടെങ്കിലും നമ്മൾ ഇടയ്ക്ക് കുക്കീസും കേക്കൊക്കെ ഉണ്ടാക്കില്ലേ, ആ കുക്കീസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ബട്ടറും വാനില എസൻസും ആൻഡ് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു സ്മെല്ലില്ലേ, സെയിം അതേ സ്മെൽ അതേ ടെക്സ്ചറാണ്. പെട്ടെന്ന് ട്യൂബിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതൊരു ക്രീമാണ്, നമുക്ക് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അത്രയും സൂപ്പറാണ് ഇതിൻ്റെ ടെക്സ്ചർ ആൻഡ് ഇതിൻ്റെ സ്മെല്ല്. സോ ഫസ്റ്റ് ആദ്യം ഫേസ് നല്ലപോലെ മേക്കപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം റിമൂവ് ചെയ്യണം. അതിന് ശേഷമാണ് ഞാനിവിടെ സ്ക്രബ് യൂസ് ചെയ്യുന്നത്. വീഡിയോ ഞാൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നില്ല കുറച്ച് ടൈമിന്. സോ നിങ്ങൾക്ക് കാണാം, നമ്മൾ വളരെ ജെൻറ്റ്ലി ആയിട്ട് വേണം നമ്മുടെ ഫേസിൽ ചെയ്യാൻ. ആൻഡ് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും ലിപ്സിൻ്റെ മേലെ ചെയ്യരുത്. ജസ്റ്റ് 2 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് മുഴുവൻ നല്ലപോലെ റൗണ്ട് മോഷനിൽ ചെയ്യണം. ആൻഡ് സ്ക്രബ് ഒരിക്കലും ഡ്രൈ ആവാൻ പാടില്ല. ഡ്രൈ ആയി എന്ന് തോന്നി കഴിഞ്ഞാൽ ജസ്റ്റ് കൈ വാട്ടറിലൊന്ന് ഡിപ്പ് ചെയ്ത് വീണ്ടും ഇതുപോലെ മസാജ് ചെയ്യാം. അതർവൈസ് നിങ്ങൾക്ക് വാട്ടർ സ്പ്രേ ചെയ്ത് വീണ്ടും വളരെ ജെൻറ്റ്ലി ആയിട്ട്. ആൻഡ് നമുക്ക് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കാണുന്നത് നമ്മുടെ നോസിൻ്റെ മുകളിൽ, നോസിൻ്റെ 2 സൈഡ്സ് ആൻഡ് ചിൻ ഏരിയയിൽ ആൻഡ് ഫോർഹെഡിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ടാനും എല്ലാം ഉണ്ടാവുക. സോ അതെല്ലാം നിങ്ങൾ ഇതുപോലെ ജസ്റ്റ് 2 മിനിറ്റ്സ് അതിന് കൂടരുത് സ്ക്രബ് ചെയ്യുക. ആൻഡ് നമ്മൾ ഇതുപോലെ മേക്കപ്പ് റിമൂവിങ് പാഡ് ആൻഡ് ഞാൻ ഫേഷ്യൽ റിമൂവ് ചെയ്യാൻ ഇതാണ് യൂസ് ചെയ്യാറ്. സോ ഇത് യൂസ് ചെയ്ത് നമുക്ക് വളരെ ഈസിയായി നമ്മുടെ സ്ക്രബ് എല്ലാം റിമൂവ് ചെയ്യാം. ആൻഡ് ഇതിൽ ചെറിയ ചെറിയ ബ്ലൂ കളറായിട്ടുള്ള സ്മാൾ പാർട്ടിക്കിൾസ് ഉണ്ട്. അത് നമ്മുടെ കണ്ണിലേക്ക് പോവാതെ സൂക്ഷിക്കണം. ആൻഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫേസ് നിങ്ങൾ വാഷ് ചെയ്യുക. അതർവൈസ് നിങ്ങൾക്ക് ഇതുപോലെയും ചെയ്യാം. ഈ ഫേസ് സ്ക്രബ് യൂസ് ചെയ്ത ഉടൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് എല്ലാം ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാം ക്ലിയർ ഔട്ടായി എന്ന് ഫീൽ ചെയ്യും. ആൻഡ് നമ്മുടെ ഫേസ് നല്ലപോലെ സോഫ്റ്റ് ആവും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മൾ വേറെ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഈ സ്ക്രബ് മാത്രം യൂസ് ചെയ്ത് ഇപ്പോൾ ഫേസ് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കൂൾ ആൻഡ് വളരെ സോഫ്റ്റാണ്. ഫേസ് എല്ലാം നല്ലപോലെ ക്ലിയർ ആയിട്ട് നമ്മുടെ ഫേസിലും ശരിക്കും നമുക്കൊരു ഡിസ്കളറേഷൻ, പിഗ്മെൻറ്റേഷൻ, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒന്നുമില്ല. വളരെ ഹെൽത്തി സ്കിന്നായിട്ടാണ് നമുക്കിപ്പോൾ കാണുന്നത്. സോ നമ്മൾ ഫേസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ലിപ്സാണ് ക്ലീൻ ചെയ്യാം. ഫേസ് എല്ലാവരും എപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത്, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത്, മേക്കപ്പ് ചെയ്ത് എല്ലാവരും ക്ലിയർ ചെയ്യാറുണ്ട്. ബട്ട് നമ്മുടെ ലിപ്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യമെങ്കിൽ നിങ്ങൾ ഡെയിലി 1 ടൈമെങ്കിലും ചെയ്യാറുണ്ടോ? ലിപ്സിന് നല്ല ലിപ് ബാം അല്ലെങ്കിൽ സൺസ്ക്രീന് ആൻഡ് ഇതുപോലെ ലിപ്സ് എപ്പോഴെങ്കിലും സ്ക്രബ് ചെയ്താൽ കെയർ ചെയ്യാറുണ്ടോ? സോ നമ്മുടെ ലിപ്സും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫേസ് പോലെ തന്നെ. അതിന് ഏറ്റവും ബെസ്റ്റാണ് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ കോഫി കൾച്ചർ ലിപ് സ്ക്രബ്. ഞാൻ ഇനി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാം ഏകദേശം കോഫി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്ട്സാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻറ്റ്സ് അതാണ്. കാരണം അത് നമ്മുടെ ഫേസിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട്സ് ഒരിക്കലും നൽകില്ല, ഒരു പ്രൊഡക്റ്റും നൽകില്ല. ബട്ട് നമുക്ക് ടെമ്പററി ആയി നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്ക് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിരിക്കുന്ന ആ റിസൾട്ട് കിട്ടും. അപ്പോൾ കോഫിയുടെ ലിപ് സ്ക്രബ് യൂസ് ചെയ്ത് ജസ്റ്റ് 1 മിനിറ്റ് ഞാൻ സ്ക്രബ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ലിപ്സിൽ എക്സ്ട്രാ ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ആവും. ആൻഡ് നമ്മുടെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സ് നല്ലൊരു പ്ലംപിങ് എഫക്റ്റ് ഉണ്ടാവും. സോ ഇനി നെക്സ്റ്റ് ഞാനിവിടെ മാസ്കാണ്, ഫേസ് മാസ്കാണ് യൂസ് ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റ് ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാം. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടാവും. ഇൻ കേസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ കമൻറ്റ് അവിടെ പിൻ ചെയ്ത് വെക്കാം. സോ ഇതും MKFൻ്റെ കോഫി മാസ്കാണ്. സോ ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് നമ്മൾ മേക്കപ്പ് ചെയ്യും. അത് ഞാൻ ഏത് കല്യാണത്തിന് ഏത് ഫംഗ്ഷന് പോകണമെങ്കിൽ ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ഞാൻ റെക്കോർഡ് ചെയ്യാറുണ്ട്. അതെല്ലാം യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. എക്സ്ട്രാ ആയിട്ട് ഞാൻ ഫൗണ്ടേഷൻസ് ഒന്നും യൂസ് ചെയ്യാറില്ല, കോൺട്യൂർ ചെയ്യാറില്ല, അങ്ങനെ ഓവറായിട്ടൊന്നും ചെയ്യാറില്ല. ജസ്റ്റ് ഒരു BB ക്രീം അല്ലെങ്കിൽ അതിന് ഈക്വൽ ആവുന്ന ഏതെങ്കിലും പ്രൊഡക്ട്സ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഈവൻ ഐ മേക്കപ്പും ഫാൾസ് ഐ ലാഷസ് ഒന്നും യൂസ് ചെയ്യാറില്ല.
സോ അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോകുന്നതും ഇതുപോലെ കുറച്ച് ചെറിയ ചെറിയ ടിപ്സ്, ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് ഒന്നും ചെയ്യാതെ തന്നെ ജസ്റ്റ് നിങ്ങൾ മോയ്സ്ചറൈസർ മാത്രമാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ മോയ്സ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്ത് നിങ്ങൾക്കും ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും പോയിട്ട് നിങ്ങൾക്കും അടിച്ചു പൊളിക്കാം. സോ മേക്കപ്പും ചെയ്യാതെ ഇതുപോലെ ഫേഷ്യൽ സ്റ്റെപ്സ്, വളരെ സിമ്പിളായിട്ടുള്ള ഫേഷ്യൽ സ്റ്റെപ്സും ചെയ്യാതെ സ്കിൻ കെയർ റൊട്ടീൻ ഒരിക്കലും ഫോളോ ചെയ്യാതെ വെറുതെ ഞാൻ റെഡിയായിട്ട് വരുന്നത് നോക്കിയിട്ട് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഈ ഫേസ് മാസ്ക് ഫേസിൽ കംപ്ലീറ്റ് ഡ്രൈ ആവണം എന്നില്ല. കാരണം ഫേസ് മാസ്ക് കംപ്ലീറ്റ് ഡ്രൈ ആവാൻ നമ്മൾ ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ കൂടുതൽ ഡ്രൈ ആവും. കൂടുതൽ ഡ്രൈ ആയിട്ടുള്ള ഫേസ് മാസ്ക് റിമൂവ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിൻ ഡാമേജ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. റിമൂവ് ചെയ്യാനും ഡിഫിക്കൽട്ടാണ്. സോ ടൈം നോക്കാം, 15 to 20 മിനിറ്റ്സ് ഇനഫാണ്. ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്ത ബ്രഷിൻ്റെ അതർ സൈഡാണിത്. ഇത് ജസ്റ്റ് നിങ്ങൾ വാട്ടറിൽ ഡിപ്പ് ചെയ്യുക ആൻഡ് നമ്മുടെ ഫേസ് മാസ്ക് ഇതുപോലെ ലൂസ് ചെയ്യുക, റബ് ചെയ്യുക. വളരെ ജെൻ്റ്ലി ആയിട്ട് വേണം ചെയ്യാൻ. കാരണം നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഫേസ് മാസ്ക് നല്ലപോലെ ലൂസാവും. സോ നമുക്ക് ഈസിയായി റിമൂവ് ചെയ്യാൻ പറ്റും, സ്കിൻ ഡാമേജ് ഒന്നും ചെയ്യാതെ. സോ നമ്മൾ ഫേഷ്യൽ സ്റ്റെപ്സ് വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ആദ്യം മസ്റ്റായി ഫേസ് ക്ലെൻസ് ചെയ്തിരിക്കണം. നമ്മൾ പാർലറിൽ പോയി ചെയ്യുകയാണെങ്കിൽ അവർ ആദ്യം ഫേസ് ക്ലെൻസ് ചെയ്യും, അതിനുശേഷം മാത്രം നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാറ്. സോ ഫേസ് ക്ലെൻസ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഫി സ്ക്രബ് യൂസ് ചെയ്യാം. ഫേസ് സ്ക്രബ് ചെയ്താൽ മാത്രം മതിയാവില്ല, നമ്മുടെ ലിപ്സും സ്ക്രബ് ചെയ്യണം. അതിനും ഞാൻ ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ കോഫി സ്ക്രബാണ് യൂസ് ചെയ്തത്. സോ അതിനുശേഷം നമ്മൾ സ്ക്രബ് ചെയ്ത് ഫേസ് നല്ല സോഫ്റ്റ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എല്ലാം റിമൂവായി നമ്മുടെ ഫേസിൽ നല്ലൊരു ഈവൻ ലുക്കും വന്നു കഴിഞ്ഞു. അതിനുശേഷം അത് ഒന്നും കൂടി നമുക്കൊരു ഗ്ലോ ലുക്ക് നൽകാനായി ഞാനിവിടെ എം കഫേൻ്റെ കോഫി മാസ്കാണ് അപ്ലൈ ചെയ്തത്. ഇതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫേസ് ജസ്റ്റ് വാട്ടർ യൂസ് ചെയ്ത് നല്ലപോലെ ക്ലീൻ ചെയ്യുക. അതിനുശേഷം നല്ല മോയ്സ്ചറൈസിങ് നൽകുന്ന സിറം അല്ലെങ്കിൽ ക്രീം യൂസ് ചെയ്യുന്നതിന് പകരം ഏറ്റവും ബെസ്റ്റ് എപ്പോഴും സിറം അപ്ലൈ ചെയ്യുന്നതാണ്. ഹൈഡ്രേറ്റിംഗ് നൽകുന്ന സിറം അപ്ലൈ ചെയ്യണം, ലിപ് ബാമും അപ്ലൈ ചെയ്യണം. ഈ സിമ്പിൾ 3 ഫേഷ്യൽ ഗ്ലോ സ്റ്റെപ്സ് ചെയ്തതിന് ശേഷം ഞാൻ സെറ്റാഫിൽ റേഡിയൻറ്റ് ഗ്ലോ സിറം ആൻഡ് എം കഫേൻ ലിപ് ബാമാണ് അപ്ലൈ ചെയ്തത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.